ഓക്കെ, ജസാക്കല്ലാഹ് ഖൈറ. അതുപോലെ തന്നെ പിന്നെ ഇബ്നു തൈമിയ ഇൽമുൽ കലാമിനെ ശക്തമായിട്ട് എതിർത്തിട്ടില്ലായിരുന്നു. അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ പിന്നെ എന്താണ് നെഗേഷനാണ്. അതായത് ഇല്ല, പിന്നെ അള്ളാഹു ഇങ്ങനെയൊക്കെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ സിഫത്തുകൾ മെയിനായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ അതിനെ ശക്തമായിട്ട്, അല്ലെങ്കിൽ ഇൽമുൽ കലാമിനെ എതിർത്തിരുന്നല്ലോ. അത് ഫിലോസഫി അല്ലെങ്കിൽ പിന്നെ അരിസ്റ്റോട്ടലിനും തത്വങ്ങളും മറ്റിടത്തുനിന്നൊക്കെ വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ അതിനെ എതിർത്തിരുന്നല്ലോ. അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിനും അല്ലെങ്കിൽ അവർക്കൊക്കെ അവരുടെ ദൈവിക കാഴ്ചപ്പാടും തന്നെ ഇതേപോലെ ദൈവം എങ്ങനെ ആകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫിലോസഫി അല്ലെങ്കിൽ ഇൽമുൽ കലാമിനെ ശക്തമായിട്ട് എതിർത്തിരുന്നല്ലോ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു, അതിൻ്റെ ന്യായങ്ങൾ എന്തായിരുന്നു, അതിൽ ഇബ്നു തൈമിയ്യക്ക് എവിടെയാണ് പേച്ചതെന്നൊക്കെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതെ, ഇബ്നു തൈമിയ്യ ഇൽമുൽ കലാമിനെ എതിർത്തിട്ടുണ്ട്. പല വിധത്തിലും പല രീതികളിലും എതിർത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇബ്നു തൈമിയ്യൻ്റെ ജീവിതകാലം സിംഹഭാഗവും അശ്അരി മാതുരിദി പണ്ഡിതന്മാരെ അവരുടെ അഖീദയെ എതിർക്കാനാണ് ഉപയോഗിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ച വിഷയം സെൽബിയ സിഫാത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇബ്നു തൈമിയ്യ തൻ്റെ അത്തദ്മുരിയ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഇബ്നു തൈമിയ്യ പറയുന്ന ഒരു അവകാശവാദമുണ്ട്. ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ പ്രവാചകന്മാർ മൊത്തം അള്ളാഹുവിൻ്റെ സിഫാത്ത് അസ്മാവിൻ്റെ വിഷയത്തിൽ മുഫസ്സലായ അൽ ഇസ്ബാത്തുൽ മുഫസ്സൽ വൻ നഫീൽ മുജ്മൽ ഈ രീതിയാണ്. അതായത് അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്ത് പറയുമ്പോൾ അള്ളാഹു ഇന്നതൊക്കെയാണ്, അള്ളാഹു ഇന്നതാണെന്ന് പറഞ്ഞ് ഇസ്ബാത്തിൻ്റെ വിഷയത്തിൽ വിശദമായിട്ടാണ് പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചത് എന്നാണ് ഇബ്നു തൈമിയ്യൻ്റെ വാദം. അതേവസത്ത് അള്ളാഹു ഇന്നതല്ല എന്ന് പറയുന്നതിൽ അങ്ങനെ വിശദമായ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല. അൽ ഇസ്ബാത്തുൽ മുഫസ്സലു വൻ നഫീൽ മുജ്മലു, ഇതാണ് ഇബ്നു തൈമിയ്യൻ്റെ വാദം. അത് ഖുർആൻ്റെ വാദമാണ്. അമ്പിയാക്കൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ അത്തദ്മുരിയ എന്ന് പറയുന്ന കിതാബിൽ അവകാശപ്പെടുന്നുണ്ട്. ശരിയല്ല. ഇബ്നു തൈമിയ്യൻ്റെ തലച്ചോറിൽ നിന്ന് മാത്രം ഉയർന്നു വന്ന ഒരു ആശയമാണിത്. അമ്പിയാക്കളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഭാഷ്യത്തിലോ നമുക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു കായിക നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഇബ്നു തൈമിയ്യ അങ്ങനെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസിൽ തജ്സീമിനെ മനസ്സിലാക്കി അതിനെ സൈദ്ധാന്തീകരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. അപ്പം അങ്ങനെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇബ്നു തൈമിയ്യൻ്റെ പിഴവുകളിൽപ്പെട്ട വൻ പിഴവുകളാണിതെല്ലാം. തജ്സീമിനെ ന്യായീകരിക്കുക, അതുപോലെയുള്ളവർക്ക് തന്നെ തജ്സീമിനെ അള്ളാഹുവിന് ജിസ്മുണ്ട്, ജഡത്വമുണ്ട് എന്ന് പറയുന്നതായ ഒരു വാദമാണ് തജ്സീം. ആ തജ്സീമിനെ ന്യായീകരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പറഞ്ഞ അൽ ഇസ്ബാത്തുൽ മുഫസ്സലി എന്നുള്ളതും അൻ നഫീൽ മുജ്മലി എന്ന് പറയുന്ന ഒരു കായിക സ്വയം നിർമ്മിച്ചെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഇബ്നു തൈമിയ്യ പറയുന്നത് പോലെയല്ല. മുഫസ്സലായ ഇസ്ബാത്ത് മാത്രമല്ല ഉള്ളത്, മുഫസ്സലായിരിക്കുന്ന നഫിയുമുണ്ട്. തഫ്സീൽ എന്നൽക്ക് നഫി ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, തഫ്സീൽ എന്നൽക്ക് തന്നെ വിശദമായ രീതിയിൽ തന്നെ നഫിയും ചെയ്തിട്ടുണ്ട്. വിശദമായ രീതിയിൽ ഇസ്ബാത്ത് സ്ഥാപിച്ചത് അള്ളാഹു ഇന്നതൊക്കെയാണ് എന്ന് സ്ഥാപിച്ചതുപോലെ തന്നെ അള്ളാഹു ഇന്നതല്ല എന്നുള്ള രീതിയിലും അതിലും വിശദീകരണം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മുജ്മലായ നഫിയാണ്, ഒരു മൊത്തത്തിലുള്ള ഒരു നെഗേഷനുകൾ മാത്രമാണ് എന്ന് ഉള്ള വാദം ഇബ്നു തൈമിയ്യൻ്റെ സ്വന്തം വാദമാണ്, അടിസ്ഥാനമില്ലാത്തതാണ്. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. ഒമാക്കാൻ റബ്ബുക്ക ഒമായതിലും റബ്ബുക്ക അഹദ ഒമാ റബ്ബുക്ക ബിൽ അല്ലാമിൽ അബീദ് ഇന്ന റബ്ബി ലാ യദില്ലു വലാ യൻസ ഒമാക്കാൻ റബ്ബുക്ക നസിയ ലാ തഖുദുഹു സിനത്തും വലാ നൗം എന്ന ഒരുപാട് ആയത്തുകളുണ്ട്. ഈ ആയത്തുകളൊക്കെ തന്നെ നഫിയാണ് അതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തിനേറെ കലിമത്ത് തൗഹീദ് എടുത്താൽ തന്നെ പ്രവാചകന്മാർ, ഇബ്നു തൈമിയ്യൻ്റെ വാദം അതാണ്, പ്രവാചകന്മാർ മുഴുവനും
മുഫസ്സലായ ഇസ്ബാത്താണെന്നും വിശദമായ രീതിയിൽ അള്ളാഹു ഇന്നതൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ടെന്നും അള്ളാഹു ഇന്നതല്ല എന്നുള്ളത് അവർ മുജ്മലാക്കി പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള വാദം ശരിയല്ല. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞൊരു കാര്യമാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അത് തന്നെ എന്താ, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറയുന്ന നെഗേഷനാണ്. നെഗേഷനിലൂടെ അവിടെ സ്ഥാപിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മൾ കലിമത്ത് തൗഹീദാണ്. അവിടെ നമ്മൾ സിഫത്തുൽ വഹദാനിയത്ത് തന്നെ ഉപയോഗിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലാണ്. കലിമത്ത് തൗഹീദ് വഹദാനിയത്തിൻ്റെ രണ്ടർത്ഥത്തിൽ, അവൻ മറ്റുള്ള പല വസ്തുക്കളാൽ കൂടി ഉള്ള ഒരു സംയുക്തമല്ല എന്നർത്ഥത്തിലും അവനെ പോലുള്ളതായിരിക്കുന്ന ശരീക്കായ നിലക്ക് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ശരീക്ക മറ്റൊരാളില്ല എന്നുള്ള രീതിയിലും, രണ്ട് രീതിയിലാണെങ്കിൽ നമ്മൾ സിഫാത്ത് സെൽവി ആയിട്ടാണ് എണ്ണുന്നത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്ത പ്രവാചകന്മാരില്ല. അപ്പോൾ പ്രവാചകന്മാർ നഫി വിശദമാക്കേണ്ടടുത്ത് നഫി വിശദമാക്കിയിട്ടുണ്ട്. ഇസ്ബാത്ത് അള്ളാഹു ഇന്നതൊക്കെയാണെന്ന് പറയേണ്ടടുത്ത് അവർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒന്ന് മാത്രം അള്ളാഹുവിൻ്റെ ഇസ്ബാത്തിൻ്റെ ഭാഗം മാത്രം അവർ വിശദീകരിക്കുകയും നഫീൻ്റെ ഭാഗം, നെഗേഷൻ്റെ ഭാഗങ്ങൾ മാത്രം അത് ചുരുക്കി പറയുകയും ചെയ്യുന്ന രീതി കാണാൻ കഴിയില്ല. ഖുർആനിൽ തന്നെ ഒരുപാടുണ്ട്. ഹദീസിലേക്ക് വന്നാൽ അങ്ങനെ തന്നെ. ഹദീസിലേക്ക് വന്നാലും ഇന്ന റബ്ബക്കും ലൈസ അസമ്മ വല, മറ്റൊരു ഹദീസിലുണ്ട് നിങ്ങളുടെ റബ്ബ് അസമ്മല്ല, അവന് ബഈദല്ല, അസമ്മല്ല എന്ന് പറയുന്നതിലും സഹാബികളോട്, ചുവടുപൊട്ടനല്ല, അവൻ നിങ്ങളുടെ അടുത്തുള്ളവനാണ്. ലൈസ അസമ്മ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് പല സ്ഥലങ്ങളിലും കാണാം. ഇന്നല്ലാഹ ലാ യനാം, മുസ്ലിം ഉദ്ധരിച്ചതാണ്. അള്ളാഹു നൗമില്ല, ഹദീസിലും ഒരുപാട് കാണാം. അപ്പോൾ ഈ മുഫസ്സലായ ഇസ്ബാത്ത് എന്ന് പറയുന്നത്, മുജ്മലായ നഫി എന്ന് പറയുന്ന ആശയം ഇബ്നു തൈമിയ മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരു ആശയമാണ്. അതെന്തിനു വേണ്ടിയും ചോദിച്ചാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അശായറത്ത് എന്ത് പറയാൻ, അല്ലാഹു തആല ജിസ്മല്ല, അവന് മക്കാനില്ല, അവന് ഭാഗമില്ല, അവന് ജിഹത്തുകളില്ല, ഭാഗമില്ല, അതുപോലെ അവന് ഹൈസില്ല, സ്പേസ് ഇല്ല. ഇതൊക്കെ തന്നെ ഭൗതികമായ വസ്തുക്കൾക്ക് മുംകിനായ വസ്തുവിനുള്ളതായ ഓരോ ഗുണങ്ങളാണ്. ഇതൊന്നും അള്ളാഹുവില്ല. അള്ളാഹുവിന് ജിസ്മല്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹുവിന് ജിസ്മല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നഫി, അത് പറയേണ്ടതുണ്ട്. അത് അങ്ങനെ ജിസ്മാണ് എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെ ഉള്ളത് കൊണ്ടാണ് അശ്അരികൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സെൽവിയ സിഫാത്തുകൾ ഒരുപാട് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള ഒരു കാര്യം ഇവിടെ വഹാബികൾക്കും സലഫികൾക്കും തിരിയാതെ പോയൊരു വിഷയമാണ്. നമ്മൾ പറയുന്ന അള്ളാഹു ജൗഹറല്ല, അറളല്ല, അവന് മക്കാനില്ല, ജിഹത്തില്ല, അതുപോലെ അവന് സമാനില്ല തുടങ്ങിയ വിഷയങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നതല്ലേ, ഇവരുടെ തൗഹീദ് കൂടുതൽ നഫീകളാണ് പറയുന്നത്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉന്നയിച്ച വിഷയമാണ്, നഫീകളാണ് പറയുന്നത്. അത് തെറ്റാണ്, അത് പിഴച്ച ആശയമാണെന്നാണ് അവരവിടെ വാദം. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ അള്ളാഹു ജൗഹറല്ല, അറവല്ല, അവന് മക്കാനില്ല എന്നൊക്കെ പറയുന്നത് ഓരോരോ കാലഘട്ടത്തിലുള്ള ഓരോരോ വ്യത്യസ്തമായിരിക്കുന്ന മതക്കാർ വിശ്വസിച്ച ഓരോ പിഴച്ച വിശ്വാസങ്ങളാണ് ഇവിടെ നിഷേധിക്കുന്നത്. അള്ളാഹു ജൗഹറാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവിടെ അള്ളാഹു ജൗഹറല്ല എന്ന് പറയേണ്ടി വന്നത്. അള്ളാഹു അറളാണെന്ന് പറയുന്നവരുണ്ട്, അതുകൊണ്ട് അവിടെ അറവല്ല എന്ന് പറയേണ്ടി വന്നു. അള്ളാഹു ജിസ്മാണെന്ന് പറയുന്നവരുണ്ട്, ജിസ്മല്ല എന്ന് പറയേണ്ടി വന്നു. അള്ളാഹു മക്കാനിലാണ്, അവന് സ്ഥലമുണ്ട്, അവന് ഭാഗമുണ്ട് എന്ന് പറയുന്നവരാണ് ഈ വിഭാഗം, സലഫികൾപ്പെട്ട വിഭാഗം ആളുകൾ. അപ്പോൾ അത് നിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അതിനെതിരിൽ അള്ളാഹുവിന് ഇല്ലാത്ത ഗുണങ്ങൾ വിശ്വസിക്കുന്ന വിഭാഗം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അതിനെ നിഷേധിക്കേണ്ടി വന്നത്. അതല്ലാതെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് ജമാഅത്ത് അശ്അരികളുടെ സിഫത്ത് 20 സിഫത്ത് അള്ളാഹുവിന് വാജിബായ 20 സിഫത്ത് എടുത്ത് നോക്കും, അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്ത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ സെൽബിയ സിഫത്ത് കുറവാണ്. സെൽബിയ സിഫത്ത് അവന് അള്ളാഹുവിന് സ്ഥാപിക്കുന്ന സിഫത്തുകൾ എടുത്ത് നോക്കൂ, അതിനേക്കാൾ കുറവാണ് സെൽബിയ സിഫത്ത് എന്നാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ആവശ്യമുള്ളിടത്ത് ഓരോരോ അള്ളാഹുവിൻ്റെ മഹത്വത്തിനോട് യോജിക്കാത്ത വിശ്വാസങ്ങൾ ഓരോരോ സമൂഹങ്ങളും ഓരോരോ കക്ഷികളും പേക്ഷ കക്ഷികളൊക്കെ വെച്ചു പുലർത്തുമ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടി അശ്അരികൾ പറയാറുണ്ട്. അത് ഇനിയും പറയും. ഇനി പുതിയൊരു വാദങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ അതൊന്നുകൂടി കൂടും. ഇതാണ്, അല്ലാതെ നമ്മൾ ശൂന്യതയെന്ന് സങ്കല്പിച്ചെടുക്കുന്നതല്ല. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് യഹൂദികൾ അള്ളാഹു ഭക്ഷിക്കുന്നതാണെന്ന് പറഞ്ഞു. ഇന്നല്ലാഹു യുത്ഇമു വലാ യുത്അം, ഇന്നല്ലാഹ
അള്ളാഹു തആലാനെ ഭക്ഷിക്കൂല എന്ന് പറയാൻ ജൂതന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിന് മറുപടി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അവിടെ നഫിയാണ്. അപ്പോൾ നഫി എന്തുകൊണ്ട് വന്നു? ജൂതന്മാർ അങ്ങനെ വിശ്വാസം വെച്ച് പുലർത്തിയത് കൊണ്ട്. ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിലുള്ള വ്യത്യസ്തമായ മതത്തിലുള്ള ആളുകളും വ്യത്യസ്തമായ വിഭിന്ന കക്ഷികൾ, അവാന്തര വിഭാഗങ്ങൾ പേക്ഷ വിശ്വാസം വെച്ച് പുലർത്തുമ്പോൾ അതിന് മറുപടിയായും കൊണ്ട് യഥാർത്ഥത്തിൽ അശ്അരികൾ അവരുടെ അഖീദയിൽ അത് സ്ഥാപിക്കാറുണ്ട് എന്നുള്ളതാണ്. അതല്ലാതെ ഇത് അശ്അരികൾ മുഴുവനും അവരുടെ വിശ്വാസങ്ങളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് നഫീനെ തഫ്സീൽ ചെയ്യാനാണ് ഉപയോഗിച്ചത് എന്നുള്ള വാദം തന്നെ തെറ്റാണ്. ആവശ്യമുള്ളതിനനുസരിച്ചുകൊണ്ട് ആവശ്യമുള്ള കാലഘട്ടത്തിൽ അതിനെ കൂട്ടി ചേർത്തിട്ടുണ്ട്. ഇനിയും അത് കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നാണ്. ഇബ്നു തൈമിയ്യക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അള്ളാഹുവിന് ജിസ്മല്ല, അള്ളാഹുവിന് മക്കാനില്ല, അള്ളാഹുവിന് ജിഹത്തില്ല എന്നൊക്കെ പറയുന്നതിനെ എതിർക്കാൻ വേണ്ടിയാണ്, തൻ്റെ തജ്സീമിനെ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ കായിക അദ്ദേഹം എഴുതി പിടിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. അതുപോലെ തന്നെ ഒമാമസ്സലാമിൽ ലുഗൂബ് ഒമായദിലും റബ്ബുക അഹദ ഒമാ റബ്ബുക ബിൽ അല്ലാമിൽ അബീദ് ലാ തഖുദു സിനത്തും വലാ നൗം തുടങ്ങിയ ഒരുപാട് ആയത്തുകളുണ്ട്. ലായദിലും റബ്ബുക തുടങ്ങിയ ഒരുപാട് ആയത്തുകളുണ്ട്. അതൊക്കെ തന്നെ നഫിയാണ്, തഫ്സീലിയായ നഫീദിനെ നമുക്ക് പലയിടത്തും. അതിലേറെ സൂറത്ത് തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതൊന്ന് എടുത്ത് നോക്കൂ. അതിൽ നഫിയാണ് വിശദമായിട്ട് വന്നിരിക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അള്ളാഹുവിൻ്റെ വഹദാനിയത്താണ്. അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞാൽ അവന് കൂട്ടുകാരില്ല, ലാ ശരീക ലഹു എന്നാണ്. അവിടെ നഫി തന്നെയാണ് അവിടെ. വഹദാനിയത്തിന് സൽബിയ സിഫത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സൽബിയ സിഫത്താണ് വഹദാനിയത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സ്വമദ്, അള്ളാഹു സ്വമദാണ്, അള്ളാഹു അഹദാണ്. എന്നിട്ട് അതിൻ്റെ വിശദീകരണം നോക്കൂ. എന്ന് വെച്ചാൽ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതൊക്കെ നഫികളാണ്. അള്ളാഹുവിൻ്റെ തൗഹീദ് പഠിപ്പിക്കാൻ വേറെ മാത്രം അവതരിപ്പിച്ച സൂറത്തുൽ ഇഖ്ലാസ് പോലും നഫിയാണ് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. വ്യക്തമായി തഫ്സീലിയായ നഫി. ഇബ്നു തൈമിയ്യ പറയുന്നത് പോലെ ഇജ്മാലിയായിരിക്കുന്ന നഫി അല്ല ഇവിടെ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നുള്ളതിൻ്റെ മറ്റൊരായത്താം നേരത്തെ പറഞ്ഞ ലൈസ കമിസ്ലിഹി ഷൈഉൻ. ഇവർ പറയാറുണ്ട് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ എന്നുള്ളതാണ് ഇവരുടെ ആശയത്തിൻ്റെ തെളിവെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്ന് പറയുന്നത് പോലും എന്താ, നഫീൻ്റെ ശേഷം വന്ന നെക്കിറയാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ എന്നുള്ള നെക്കിറയാണ്. അത് നഫീൻ്റെ ശേഷം വന്നാണ്. നഫീൻ്റെ ശേഷം വരുന്ന നെക്കിറ ഉമൂമിനെ ഫായിദ വെപ്പിക്കും, ഉമൂമിനെ അറിയിക്കും. എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഒരു തുല്യമാകുന്ന ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല എന്നുള്ള. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തെല്ലാം ഉണ്ടോ എന്ന് പ്രപഞ്ചത്തിൽ മനുഷ്യർ അറിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇവിടെ പ്രപഞ്ചത്തിൽ, അതൊന്നും അല്ല എന്നുള്ള. അപ്പോൾ നഫി തന്നെയാണ് വിശാലമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് പറയുന്നത്. തഫ്സീർ ഓരോ ജുസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അള്ളാഹു അതുപോലെയല്ല. ഏതൊരു ജുസ് എടുത്ത് പരിശോധിക്കുക, ഏതൊരു പർട്ടിക്കുലറായ ഒരു വിഷയം എടുത്ത് നിങ്ങൾ ഇതുപോലെയാണ് അള്ളാഹു വെച്ചാൽ അതല്ല, അള്ളാഹു അതുപോലെയല്ല. അപ്പോൾ അവിടെ ശരിക്കും അവിടെ നഫീൽ തഫ്സീർ വരുന്നുണ്ട്. തഫ്സീലാക്കാം, അല്ലാതെ മുജ്മലായി പറഞ്ഞ് അങ്ങോട്ട് പോവല്ല ചെയ്യുന്നത്. മുജ്മലായി പറയേണ്ടടുത്ത് മുജ്മലായി പറയുന്നു, തഫ്സീലിയായി പറഞ്ഞെടുത്ത് നഫി തന്നെ തഫ്സീലിയായി പറഞ്ഞിട്ടുണ്ട്, ഇസ്ബാത്തും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള വാദം ശരിയല്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്.